ജാവയിലെ ഫൈനൽ കീവേഡിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വേരിയബിൾസിൻ്റെ അതുപോലെ തന്നെ മെത്തേഡ്സിൻ്റെ അല്ലെങ്കിൽ ക്ലാസിൻ്റെയൊക്കെ ഡിക്ലറേഷൻ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് ഫൈനൽ. ഫൈനൽ കീവേഡ് യൂസ് ചെയ്ത് ജാവയിൽ കോൺസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മെത്തേഡ് ഓവർ റൈഡിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെത്തേഡ്സിനോടൊപ്പം ഫൈനൽ കീവേഡ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഒരു ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ക്ലാസ്സിൻ്റെ ഡിക്ലറേഷനോടൊപ്പം ഫൈനൽ കീവേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഫൈനൽ മോഡിഫയർ യൂസ് ചെയ്ത് കോൺസ്റ്റൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്ലാസ് എഴുതിയിട്ടുണ്ട്. എഫ് ഡെമോ എന്നാണ് ക്ലാസിൻ്റെ പേര്. ഇതിനുള്ളിൽ ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ഫീൽഡിൻ്റെ പേര് ഫൈനൽ വാർ എന്നാണ് ഫീൽഡിൻ്റെ പേര്. അതൊരു ഇൻറ്റീജർ ഫീൽഡാണ്. അതിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് യൂസിങ് ഫൈനൽ കീവേഡ്. അതിനുവേണ്ടി ഫൈനൽ കീവേഡ് എഴുതുകയാണ്. ഫൈനൽ ഇൻറ്റ് ഫൈനൽ വാർ. ഇവിടെ ഫൈനൽ വാർ എന്ന് പറയുന്നതാണ് ഫീൽഡിൻ്റെ നെയിം. അതൊരു ഇൻറ്റീജർ ടൈപ്പ് ഫീൽഡാണ്. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ മോഡിഫൈ ചെയ്തിരിക്കുകയാണ് യൂസിങ് ഫൈനൽ കീവേഡ്. ഇങ്ങനെ ഒരു ഫൈനൽ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിരിക്കണം. ഒന്നുകിൽ ഈ ഫീൽഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ വാല്യൂ അതിലേക്ക് അസൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ടർ യൂസ് ചെയ്ത് അതിന് വാല്യൂ കൊടുക്കണം. ഇവിടെ ഫൈനൽ വാർ റെഡ് അണ്ടർലൈൻ യൂസ് ചെയ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അത് ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അതായത് ഫൈനൽ കീവേഡ് യൂസ് ചെയ്ത് നമ്മളൊരു കോൺസ്റ്റൻറ്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് ഇനീഷ്യലൈസ് ചെയ്തിരിക്കണം. ഒന്നുകിൽ കൺസ്ട്രക്ടർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ അതിനെ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. =20. ഇനി നമുക്കൊരു മെത്തേഡ് എഴുതാം, ഷോ മെത്തേഡ്. ഈ ഷോ മെത്തേഡിനുള്ളിൽ ഈ ഫൈനൽ വാറിൻ്റെ വാല്യൂ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് കാണുകയാണ്. ഇവിടെ ഫൈനൽ വാറിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഫൈനൽ ഡെമോ ക്ലാസ് മെയിൻ ക്ലാസ് എഴുതിയിട്ടുണ്ട്. അതിനുള്ളിൽ മെയിൻ മെത്തേഡ് ഉണ്ട്. മെയിൻ മെത്തേഡിനകത്ത് എഫ് ഡെമോയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒബി ഡോട്ട് ഷോ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്തു. നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ദി വാല്യൂ ഓഫ് ഫൈനൽ വാർ ഈസ് 20 എന്ന് പ്രിൻ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഫൈനൽ മോഡിഫയർ യൂസ് ചെയ്ത് ഒരു ഫീൽഡിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വൺസ് ഒരു വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു മെത്തേഡിലും അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പം നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു നോക്കാം. ഷോ മെത്തേഡിനുള്ളിൽ ഫൈനൽ വാറിൻ്റെ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു നോക്കാം. ഇവിടെ ഫൈനൽ വാറിൻ്റെ വാല്യൂ 89 ആയിട്ട് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം അവിടെ റെഡ് അണ്ടർലൈൻ വന്നിട്ടുണ്ട്. അതായത് യു കനോട്ട് ചേഞ്ച് ദി വാല്യൂ ഓഫ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അത് എറർ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇവിടെ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ഫൈനൽ ഫീൽഡിൻ്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കൺസ്ട്രക്ടർ യൂസ് ചെയ്ത് എങ്ങനെയാണ് ഒരു ഫൈനൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് എഫ് ഡെമോയുടെ ഒരു കൺസ്ട്രക്ടർ എഴുതുകയാണ്. അതിനുള്ളിൽ ഫൈനൽ വാറിനെ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇവിടെ നോക്കിയാൽ കാണാം 2 ടൈംസ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഡിക്ലെയർ ചെയ്തപ്പോൾ തന്നെ ഇനീഷ്യലൈസ് ചെയ്തു. സെക്കൻഡ് ടൈമിൽ നമ്മൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്തു. നമ്മൾ ഡിക്ലെയർ ചെയ്തപ്പോൾ തന്നെ ഇനീഷ്യലൈസ് ചെയ്തത് നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഈ കേസിൽ ഫൈനൽ കോൺസ്റ്റൻറ്റിനെ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത്.
ഇങ്ങനെ ഫീൽഡ്സ് മാത്രമല്ല, മെത്തേഡ്സിൻ്റെ പാരാമീറ്റേഴ്സും ലോക്കൽ വേരിയബിൾസും എല്ലാം ഫൈനൽ കീവേഡ് യൂസ് ചെയ്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. മെത്തേഡ് ഓവർ റൈഡിങ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫൈനൽ കീവേഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ബേസ് ക്ലാസ്സിലുള്ള ഒരു മെത്തേഡിന് ഡിറൈവ്ഡ് ക്ലാസ്സിൽ മറ്റൊരു ഇംപ്ലിമെൻറ്റേഷൻ നൽകുന്നതിനാണ് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഒരു ക്ലാസ് എഴുതിയിട്ടുണ്ട്. ബേസ് എന്നാണ് ക്ലാസ്സിൻ്റെ പേര്. ആ ക്ലാസ്സിൽ നിന്നും ഡിറൈവ് ചെയ്ത് മറ്റൊരു ക്ലാസ് എഴുതിയിട്ടുണ്ട്, ഡിറൈവ്ഡ് ക്ലാസ്. ഇനി ബേസ് ക്ലാസ്സിനുള്ളിൽ ഒരു മെത്തേഡ് എഴുതുകയാണ്, ഷോ മെത്തേഡ്. ഷോ മെത്തേഡിനുള്ളിൽ ജസ്റ്റ് ഒരു മെസ്സേജാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഐ ആം ഇൻ ബേസ് ക്ലാസ് എന്ന് ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ബേസിൽ നിന്നും ഡിറൈവ് ചെയ്താണ് ഡിറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ബേസ് ക്ലാസ്സിലുള്ള ഷോ മെത്തേഡിനെ നമുക്ക് ഡിറൈവ്ഡ് ക്ലാസ്സിൽ ഓവർ റൈഡ് ചെയ്യാവുന്നതാണ്. അതായത് ബേസ് ക്ലാസ്സിലുള്ള ഷോ മെത്തേഡിന് മറ്റൊരു ഇംപ്ലിമെൻറ്റേഷൻ അഥവാ ഡെഫിനീഷൻ നമുക്ക് ഡിറൈവ്ഡ് ക്ലാസ്സിൽ കൊടുക്കാം. ഇവിടെ ഷോ മെത്തേഡ് ഓവർ റൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിലെ ഡെഫിനീഷൻ മാത്രമാണ് മാറ്റി എഴുതിയിരിക്കുന്നത്. അതായത് അതിനുള്ളിലെ മെസ്സേജ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് ട്രൈങ് ടു ഓവർ റൈഡ് എന്ന് ചേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഇനി ബേസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഷോ മെത്തേഡിനെ നമ്മൾ മെയിൻ ക്ലാസ്സിനുള്ളിൽ ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് നോക്കാം. ഐ ആം ഇൻ ബേസ് ക്ലാസ് എന്നാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ബേസിൻ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഷോ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബേസ് ക്ലാസ്സിലുള്ള ഷോ മെത്തേഡായിരിക്കും ഇൻവോക്ക് ആവുക. ഇനി ഡിറൈവ്ഡിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഷോയിനെ ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിറൈവ്ഡിലെ ഷോ മെത്തേഡായിരിക്കും ഇൻവോക്ക് ചെയ്യുക. ഡിറൈവ്ഡിൻ്റെ OB1 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒബ്ജക്റ്റ്. OB1 ഡോട്ട് ഷോ ഓഫിനെ ഇൻവോക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കേസിൽ OB ഡോട്ട് ഷോ ഓഫ് എന്ന് കോൾ ചെയ്യുമ്പം ബേസിലെ ഷോ മെത്തേഡും OB1 ഡോട്ട് ഷോ ഓഫ് എന്ന് കോൾ ചെയ്യുമ്പോൾ ഡിറൈവ്ഡിലെ ഷോ മെത്തേഡുമാണ് ഇൻവോക്ക് ആവുന്നത്. ഈ ഡിസിഷൻ ഏത് ഷോ മെത്തേഡിനെയാണ് ഇൻവോക്ക് ചെയ്യേണ്ടതെന്നുള്ള ഡിസിഷൻ എടുക്കുന്നത് JVM റൺ ടൈമിലാണ്. അതിനെ ഏത് ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഷോ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യുന്നത്, ആ ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഏത് വേർഷൻ ഓഫ് ഷോ മെത്തേഡ് ഇൻവോക്ക് ചെയ്യണമെന്ന് JVM ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പം മെത്തേഡ് ഓവർ റൈഡിങ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ മെത്തേഡിനെ ബേസ് ക്ലാസ്സിലുള്ള മെത്തേഡിനെ നമ്മൾ ഫൈനൽ മോഡിഫയർ യൂസ് ചെയ്ത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഡിറൈവ്ഡ് ക്ലാസ്സിൽ ഓവർ റൈഡ് ചെയ്തിരിക്കുന്നതിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്ത് വന്നിട്ടുണ്ട് റെഡ് ഇങ്ക് കൊണ്ട്. അതായത് ഫൈനലായിട്ട് ഒരു മെത്തേഡിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡിറൈവ്ഡ് ക്ലാസ്സിനുള്ളിൽ നമുക്ക് ഓവർ റൈഡ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ അത് എററാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. സോ നമുക്കിതിനെ കമൻറ്റ് ചെയ്തിടാം. അപ്പോൾ ഒരു മെത്തേഡിനെ ഫൈനൽ കീവേഡ് യൂസ് ചെയ്ത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മെത്തേഡിനെ ഡിറൈവ്ഡ് ക്ലാസ്സിനുള്ളിൽ ഓവർ റൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഇനി ഇങ്ങനെ ഒരു ഫൈനൽ മെത്തേഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എയർലി ബൈൻഡിങ്ങിന് എക്സാമ്പിളാണ്. അതായത് കമ്പൈൽ ടൈമിൽ കമ്പൈലർ ആയിരിക്കും ഏത് മെത്തേഡിനെയാണ് ഇൻവോക്ക് ചെയ്യേണ്ടതെന്ന്. മെത്തേഡ് കോൾ റിസോൾവ് ചെയ്യുന്നത് കമ്പൈലറിൻ്റെ ഡ്യൂട്ടി ആയിരിക്കും. അത് കമ്പൈൽ ടൈമിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. ആ മെത്തേഡ് ഓവർ റൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. സോ അത് കമ്പൈൽ ടൈമിൽ തന്നെ ഏത് മെത്തേഡാണ് ഇൻവോക്ക് ചെയ്യേണ്ടതെന്ന് കമ്പൈലർ ഡിസൈഡ് ചെയ്ത് ആ മെത്തേഡ് കോള് റിസോൾവ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് an example for early binding. ഫൈനൽ കീവേഡ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഇൻഹെറിറ്റൻസ് പ്രിവെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ബേസ് ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബേസ് ക്ലാസ്സിനുള്ളിൽ ഷോ മെത്തേഡ് ഉണ്ട്.
ഇനി ഒരു ഡിറൈവ്ഡ് ക്ലാസ്സും ഉണ്ട്. ഡിറൈവ്ഡ് ക്ലാസ് ബേസിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ ബേസ് ക്ലാസ്സിനെ ഫൈനൽ മോഡിഫയർ യൂസ് ചെയ്ത് അതിൻ്റെ ഡിക്ലറേഷൻ ഒന്ന് മോഡിഫൈ ചെയ്ത് നോക്കാം. ഫൈനൽ. അപ്പോൾ നമുക്കിവിടെ എക്സ്റ്റെൻസ് ബേസ് എന്നുള്ളിടത്ത് എറർ റെഡ് ഇങ്ക് യൂസ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് കാണിച്ചിരിക്കുന്നത് കാണാം. അതായത് ഇത് എററാണ്. ഫൈനലായിട്ട് ഒരു ക്ലാസ്സിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ, അതായത് ഇൻഹെറിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതായത് ഒരു ക്ലാസ്സിനെ ഫൈനൽ മോഡിഫയർ യൂസ് ചെയ്ത് അതിൻ്റെ ഡിക്ലറേഷൻ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള മെത്തേഡ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഫൈനലായി മാറുന്നു. അതായത് ആ മെത്തേഡ്സിനെ ഒന്നും പിന്നെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഓവർറൈഡ് ചെയ്യാനോ സാധിക്കില്ല. ഇനി ഒരു ക്ലാസ്സിനെ ഫൈനലായിട്ടും അബ്സ്ട്രാക്റ്റായിട്ടും ഡിക്ലെയർ ചെയ്യാൻ സാധിക്കില്ല. അതായത് അബ്സ്ട്രാക്റ്റ് കീവേഡ് യൂസ് ചെയ്യുന്നത് ആ ക്ലാസ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഇൻകംപ്ലീറ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ഒരു ക്ലാസ്സിനെ, അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. പക്ഷെ ഫൈനലായിട്ടൊരു ഒരു ക്ലാസ്സിനെ ഡിക്ലെയർ ചെയ്യുന്നത് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുകയില്ല. അത് കംപ്ലീറ്റ് ആണ്, ആ ക്ലാസ് കംപ്ലീറ്റ് ആണ്. ആ ക്ലാസ്സിനെ മറ്റൊരു ക്ലാസ്സിനും എക്സ്റ്റെൻഡ് ചെയ്യാനോ ഇൻഹെറിറ്റ് ചെയ്യാനോ സാധിക്കില്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഫൈനൽ ആൻഡ് അബ്സ്ട്രാക്റ്റ് മോഡിഫയേഴ്സ് ഒരേ സമയം ഒരു ക്ലാസ്സിൽ കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെ ഫൈനൽ കീവേഡ് യൂസ് ചെയ്ത് നമുക്ക് കോൺസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മെത്തേഡ് ഓവർ റൈഡിങ് പ്രിവെൻറ്റ് ചെയ്യാം. അതുപോലെ ഒരു ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നതും ഫൈനൽ കീവേഡ് യൂസ് ചെയ്ത് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്.